ഈ ആക്ഷനിൽ ഇന്ന് രാവിലെ നമ്മുടെ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മൾ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളെ വീട്ടിൽ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷനാണ്. അത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ് അവരുടെ കയ്യിൽ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിൻ്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. ആക്ഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഈ ഒരു ആൻറ്റി സോഷ്യൽസിൻ്റെ എതിരെയുള്ള ആക്ഷൻ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട്. ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനം നിയന്ത്രിക്കുന്നത്. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. 1880ഓളം ഗുണ്ടകൾ ഉണ്ട് എന്നുള്ള കണക്കെടുത്തിട്ട് ആ ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ നേരത്തെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. പൊളിറ്റിക്കൽ പേട്രണേജാണ് CPM അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഗുണ്ടകൾക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും. രാഷ്ട്രീയ രക്ഷാകർതൃത്വം CPM കൊടുക്കുന്നതാണ് ഈ ഗുണ്ടകൾ കരിഞ്ഞാടാനുള്ള ഏറ്റവും വലിയ ധൈര്യം. ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. പോലീസിന്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പട്ടാപ്പകൽ നടു റോഡിൽ വെട്ടും കുത്തും, വാഹനം സൈഡ് തരാത്തതിൽ എതിർപ്പ് പറഞ്ഞാൽ കത്തിയൂരി പാഞ്ഞെടുക്കൽ, സോഷ്യൽ മീഡിയകളിൽ ബിസിനസ് പ്രൊമോഷൻ റീൽസ്, ആവേശം സിനിമ മോഡലിൽ മദ്യപാർട്ടികൾ. കേരളത്തിൽ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. ഗുണ്ടകളെ പൂട്ടാൻ 1 വർഷം മുൻപ് കൊണ്ടുവന്ന ഓപ്പറേഷൻ ആഗ് ചില സമയത്ത് പോലീസ് പൊടി തട്ടിയെടുക്കും. കുറച്ച് ഗുണ്ടകളെ പിടിച്ചകത്തിടും, അവർ കൂളായി ഇറങ്ങും. പതിവ് പോലെ എല്ലാം പിന്നീട്. തിരുവനന്തപുരം കരമനയിലെ കൊലപാതകത്തിന് പിന്നാലെ വീണ്ടും ഓപ്പറേഷൻ ആഗ് തുടങ്ങി. ഗുണ്ടകളെ പിടിച്ചു തുടങ്ങി. പോലീസിന്റെ മൂക്കിന് താഴെ കൊട്ടേഷൻ ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയ കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെതിരെ ഇതുവരെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത കേരള പോലീസിന്റെ ഓപ്പറേഷൻ ആഗിനെ ജനങ്ങൾ ഇനിയും വിശ്വസിക്കണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഗുണ്ടകളെ പൂട്ടാൻ കൊണ്ടുവന്ന ഓപ്പറേഷൻ ആഗിനെ ഇനിയും ജനങ്ങൾ വിശ്വസിക്കണോ? ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ ജിൻഡോ ജോൺ, റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു, ഗുണ്ടകൾക്കെതിരെയുള്ള വാർത്തകൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് 18 കേരളത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ്, ഒപ്പം കഴിഞ്ഞ ദിവസം ആവേശം സിനിമ മോഡലിൽ പാർട്ടി നടത്തി അത് റീൽസ് ആക്കി സോഷ്യൽ മീഡിയയിലിട്ട ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപ്. ഇവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇന്ന് VD സതീശൻ ഗുരുതരമായ ആരോപണമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ പോലും ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉയരുന്നു? ഗുണ്ടകൾക്ക് പോലും സംരക്ഷണം നൽകുന്നത് CPM ആണെന്ന്. മഞ്ജുഷേ, ഇതിൽ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് എത്രയോ അടുപ്പിച്ചടുപ്പിച്ച് എത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് തെരുവിലിറങ്ങി യാത്ര ചെയ്യാനോ കുടുംബത്തോടൊപ്പം മറ്റു കാര്യങ്ങൾക്ക് പോകാനോ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ഭീതിതമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൻ്റെ തെരുവുകളിൽ ഇന്ന് നടക്കുന്നത്. ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരും ലഹരി മരുന്നുകൾക്ക് അടിമയായിട്ടുള്ള ആളുകളുടെയും അതിരൂക്ഷമായിട്ടുള്ള ശല്യവും അക്രമവും അതിക്രമവും ഒക്കെ സഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുകയാണ്. ഇതിന് ഉത്തരവാദിത്തം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്. അപ്പോൾ നാട്ടിലൊരു പാലം തകർന്നാൽ അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു സർക്കാർ സ്കൂളിൻ്റെ കെട്ടിടത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതൊക്കെ ആ വകുപ്പിൻ്റെ ഉത്തരവാദിത്തക്കുറവാണ്, വീഴ്ചയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു ആക്ഷേപം ഉണ്ടായാൽ അത് ആ വകുപ്പിൻ്റെ വീഴ്ചയാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ക്രമസമാധാന നില തകർച്ച വരുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണെന്ന് ആദ്യം മനസ്സിലാക്കണം.
ഇവിടെ മുഖ്യമന്ത്രി കുറേ കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ നവകേരള സദസ്സിന് പ്രൊട്ടക്ഷൻ ആയിട്ട് പോയ പ്രൊട്ടക്ഷൻ ഫോഴ്സുകാരുണ്ട്, ഈ സമരക്കാരെയും പ്രതിഷേധക്കാരെയൊക്കെ തലയടിച്ചു പൊട്ടിക്കുന്ന ആളുകൾ. അവരെ ജീവൻ രക്ഷാ പ്രവർത്തകരെന്ന് പറഞ്ഞാണ് അന്ന് ശ്ലാഘിച്ചത്. അത് തുടരണമെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു നവകേരള സദസ്സ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അത്തരം ജീവൻ രക്ഷാ പ്രവർത്തകർ കൂടി ഈ ഗുണ്ടാ സംഘങ്ങളുടെ കൂടി കേരളത്തിൽ ആളുകളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യമാണ്. ഇതിനെ അമർച്ച ചെയ്യേണ്ടത് സർക്കാരിന്റെ ഓപ്പറേഷൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ഗുണ്ടാസ് അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അത് രാവിലെ മുതൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട് പോലീസ്. അതാണ് പോലീസ് കമ്മീഷണർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് ഇന്നുകൊണ്ട് അവസാനിക്കില്ല, വരും ദിവസങ്ങളിലും തുടരുമെന്ന്. നേരത്തെയും ഓപ്പറേഷൻ ആഗിനെ കുറിച്ച് കേരളം കേട്ടതാണ്. അത് വലിയ കൊട്ടിഘോഷിച്ചു തുടങ്ങിയതാണ്. ഗുണ്ടകളെ അമർച്ച ചെയ്യുവാൻ, അവരെ പൂട്ടുവാനാണ് ഓപ്പറേഷൻ ആഗ് കൊണ്ടുവന്നത്. അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെടുത്ത ഒരു തീരുമാനം കൂടിയായിരുന്നു. ഒരു വർഷം മുൻപ്, ഏതാണ്ട് 2023 ജനുവരിയിലാണ് ഇതിനെക്കുറിച്ച് കേട്ടു തുടങ്ങിയത്. അന്ന് കുറേയേറെ ഗുണ്ടകളെ പിടിച്ച് അകത്തിട്ടതാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യം അറിയില്ല. വീണ്ടും ഗുണ്ടാ വിളയാട്ടം തുടങ്ങി കേരളത്തിൽ. അപ്പോൾ ഈ ഓപ്പറേഷൻ ആഗ്, അതുപോലെ തന്നെ ഈ ലഹരി മാഫിയെ തുരത്തുന്നതിന് വേണ്ടിയും അവരെ പിടിച്ചകത്തിടുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട്, ഇതെല്ലാം സീസണലായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമായി കേരളത്തിൽ മാറുകയാണോ? അല്ല മഞ്ജുഷ, അതിൽ സംശയം എന്താ ഉള്ളത്? ഇപ്പോൾ മുഖ്യമന്ത്രി ഒത്തിരി പദ്ധതികൾ പ്രഖ്യാപിച്ചല്ലോ. ഓപ്പറേഷൻ മറ്റേ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ പദ്ധതി, പ്രളയത്തെ തടയാൻ വേണ്ടിയിട്ട്, വെള്ളക്കെട്ടിനെ തടയാൻ വേണ്ടിയിട്ട്. ഇതൊന്നും നടക്കില്ല. ഓപ്പറേഷൻ കാവൽ എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നമുക്ക് പോലീസ് കാവൽ നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഒരു കാവലും ഉണ്ടായില്ല. ഇവിടെ ആളുകൾ, ചെറുപ്പക്കാർ, പെൺകുട്ടികൾ, കൊച്ചുകുട്ടികളടക്കം പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും സാഹചര്യം ഉണ്ടായിരുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് നമ്പർ 1 ആണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇതൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ആഗ്. ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1800 ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണം എന്ന് ഉള്ള കണക്കുണ്ടായിട്ട് പോലും 150 പേരെയാണ് പിടിക്കാൻ പോലും സാധിച്ചിട്ടുള്ളൂ. ഇതേ ഗുണ്ടകൾ ജാമ്യത്തിൽ ഇറങ്ങുകയും, ജയിലിൽ കിടക്കുന്ന ഗുണ്ടകൾ ജാമ്യത്തിൽ ഇറങ്ങുകയും സമാനമായിട്ടുള്ള കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതിനോട് സമാനമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ് നമ്മളിപ്പോൾ പന്തീരാങ്കാവിലെ ഒരു വിഷയം. 1.5 വർഷം മുമ്പല്ലേ നമ്മൾ ആലുവയിൽ മോഫിയ പ്രവീണി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നമ്മൾ വലിയ സമരങ്ങൾ ചെയ്യുകയും പൊതുസമൂഹം അതിനെതിരെ അഭിപ്രായം ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേറെ ഒരു നടപടിയും അയാൾക്കെതിരെ സ്വീകരിക്കുന്നില്ല. സമാനമായ സാഹചര്യമാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലും നടന്നിരിക്കുന്നത്. അവിടെ പറവൂർ സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹത്തിന്റെ 5ാം ദിവസം പീഡിപ്പിക്കുകയും ആ പ്രതിക്ക് രാജ്യം വിട്ടു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി പല അവലോകനങ്ങളും നടത്തും, പല തീരുമാനങ്ങളും പ്രഖ്യാപിക്കും. സാധാരണ മനുഷ്യർക്ക് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ സംരക്ഷണമോ ഈ കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ, പോപ്പുലേഷൻ കണക്ട് ചെയ്ത് നോക്കിയാൽ, താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ്. കേരളം ആഭ്യന്തര വകുപ്പ് 1ാം സ്ഥാനത്താണ് ഇവർ അവകാശപ്പെടുമ്പോൾ തന്നെ 1 ലക്ഷം ആളുകളിൽ ഏകദേശം 10,400ഓളം ക്രൈം റേറ്റ് വരുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രൈം റേറ്റ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുന്നതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടുകയാണ്. പക്ഷേ പോലീസ് സംവിധാനം മികച്ചതാണ്. നല്ല പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്, നല്ല പോലീസുകാരുമുണ്ട്. അവർ കേസുകൾ പെട്ടെന്ന് തെളിയിക്കാൻ പ്രാപ്തരുമാണ്. പക്ഷേ ഈ ഗുണ്ടകളുടെ കാര്യത്തിൽ ഇവർ മടിച്ചു നിൽക്കുന്നു, അറച്ചു നിൽക്കുന്നു. അതിനാണോ ഇന്ന് ഇപ്പോൾ BD സതീശൻ പറഞ്ഞ പൊളിറ്റിക്കൽ പാട്രണേജ് അതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ചയാവുന്നു. ഇപ്പോൾ അനൂപ് കുറ്റൂർ ഗുണ്ടാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. ജയിലിൽ നിന്ന് അടുത്തിടെയാണ് ഇറങ്ങിയത്. ആവേശം മോഡലിൽ പാർട്ടി സംഘടിപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളമാണ് ഈ റീൽസുകളുടെ വാർത്ത കൊടുത്തത്. മറ്റു മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ അനൂപിന് എങ്ങനെ ഇത്തരത്തിലുള്ള പാർട്ടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചർച്ചകൾ സജീവമാണ്. അനൂപ് എങ്ങനെ കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഒരു പാർട്ടി? അതും 60ഓളം ആളുകൾ ഉണ്ടായിരുന്നുവല്ലോ. തുറസായ സ്ഥലത്ത് മദ്യസൽക്കാരം നടക്കുന്നു, പോലീസ് അവിടെ വരുന്നുമുണ്ട്. എന്നിട്ടും ഈ പോലീസ് എന്തുകൊണ്ട് തിരിച്ചുപോയി? ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസോ മറ്റോ ഉണ്ടോ അനൂപിന്റെ പേരിൽ ഇപ്പോൾ? ഹലോ അനൂപ് കേട്ടോ? ഹലോ അനൂപ് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറയാം. അനൂപ്, കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പാർട്ടി ഉണ്ടല്ലോ, തൃശ്ശൂര് തുറസായ ഒരു സ്ഥലത്ത് വെച്ച് നടത്തിയ ആ പാർട്ടിയിൽ 60ഓളം ആളുകൾ പങ്കെടുക്കുന്നത് കാണുന്നു. അവിടെ മദ്യം കൊണ്ടുവരുന്നു. ഇതൊക്കെ പോലീസും കണ്ടതാണല്ലോ. ഇപ്പോൾ പോലീസ് അതിനെക്കുറിച്ചുള്ള പരിശോധന നടത്തുന്നു എന്ന് പറയുകയുണ്ടായി. ഏതെങ്കിലും കേസ് ഇക്കാര്യത്തിൽ അനൂപിനെതിരെ എടുത്തിട്ടുണ്ടോ പോലീസ്? പോലീസ് എൻ്റെ പേരിൽ ഇന്ന് ഒരു കേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ടെന്തായി?
ജാമ്യത്തിൽ ഇറങ്ങി. ഇത് പതിവായിട്ട് ഇങ്ങനെയാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കേസ് വരും, അന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും, ആ ഒരു വിശ്വാസത്തിലാണോ ഇത്തരത്തിലുള്ള പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്? എന്തായിരുന്നു അന്നത്തെ ഉദ്ദേശ്യം? ഇങ്ങനെ ഇത്രയും ആളുകളെ, അതും ഈ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ വിളിച്ചു കൂട്ടി ഒരു പാർട്ടി നടത്തുവാൻ? അല്ല, ഞാനൊരു 10-20 ആളിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അവർ വന്നത് പിന്നെ ഒരു 10 ആൾ 8 ആളൊക്കെ ആയിട്ട് വന്നത്. എനിക്കറിയും കൂടി ഉണ്ടായിരുന്നില്ല. 10 ബന്ധുക്കളിനൊരു 10-15 ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു പാർട്ടി സംഘടിപ്പിച്ചത്? അനൂപ് കുറേ നാളുകളായി ജയിലിലായിരുന്നുവല്ലോ അല്ലേ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ സന്തോഷമായിരുന്നോ? ഞാൻ 2020 തൊട്ട് 2024 സന്തോഷമല്ലായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു കൊല്ലം 5 മാസമായി. അപ്പോൾ അതിൻ്റെ ഒരു ഭക്ഷണമാണ് കൊടുത്തത്, അല്ലാണ്ട് മദ്യോ വേറെ ലഹരി കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഈ 4 വർഷമായിട്ട് ജയിലിലായിരുന്നു. ഒരു 3-4 വട്ടാണ്ട് വന്നിട്ടുണ്ട് പോലീസ്. അല്ല, പിന്നെ എന്തിന് ഇപ്പോൾ കേസെടുത്തു? അതെന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? കേസെടുത്ത് പത്രക്കാർ ചാനലുകാരെ കൊണ്ട് തൊഴിരക്കേടായി. എനിക്കിതുവരെ ഒരു വണ്ണോസാവനോ ഉണ്ടായിട്ടോ ഒന്നുമില്ല. പിന്നെ ശേഷം ഒരു ചാനലിലോ എൻ്റെ പേരിലോ ഒരു കേസോ വീഡിയോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ആളാണ്. അല്ല, ഇപ്പൊ അവസാനത്തെ കേസ് എന്തായിരുന്നു? മദ്യം കുപ്പി വീഡിയോക്കാർ ചാനലുകാർ ഓരോ അവസാനത്തെ കേസ് എന്തായിരുന്നു? 4 വർഷം എന്തായാലും എന്നെ കോടതി വെറുതെ വിട്ടു. നിങ്ങൾക്ക് ഒരു മർഡർ കേസായിരുന്നു. ഒരു മുണ്ടൂര് സ്റ്റേഷൻ മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മർഡർ കേസായിരുന്നു. കൊലക്കേസല്ലാതെ മറ്റു കേസുകളൊന്നും നിലവിലില്ലേ? അനൂപ്, വേറെ കേസൊന്നുമില്ലേ അനൂപിന്റെ പേരിൽ ഇപ്പോൾ? എൻ്റെ പേരിൽ ഒരു കുറച്ച് കേസുകളുണ്ട്. ഇപ്പൊ നിലവിൽ 2 കേസുള്ളൂ. ഒരു മർഡർ കേസും ഒരു അടിപിടി കേസും. ഈ അനൂപ് സ്വന്തമായിട്ട് ഈ കൊട്ടേഷൻ സംഘങ്ങളുള്ള ആളാണോ, അതോ ഈ മറ്റുള്ളവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്നയാളാണോ? സാറേ, ഒരു ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഗുണ്ടയായിട്ട് ജനിക്കുന്നില്ല. അത് നിങ്ങൾ മീഡിയക്കാരാണ് ഗുണ്ടകളാക്കുന്നത്. പിന്നെ പോലീസാണ് ഗുണ്ടകളെ വളർത്തുന്നത്. അതൊക്കെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ചാനലിൽ ഗുണ്ടകളെ വളർത്തുന്ന ആൾക്കാർ ചാനൽക്കാരാണ് പറയണത്, മനസ്സിലായ? അല്ലാണ്ട് പോലീസ് നോക്കിയാൽ പോലീസിൽ കുറേ ഉദ്യോഗസ്ഥന്മാർ, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് പറയാൻ മനസ്സിലായി. ഇപ്പോൾ ഇരിക്കുന്ന വിയൂര് CI അത്രയും നല്ലൊരു ക്യാരക്ടറുള്ള സാറാണ്. ആള് കൈക്കൂലി മേടിക്കുകയോ അല്ലെങ്കിൽ മോശമായി പെരുമാറുകയൊന്നുമില്ല. ആള് നിയമത്തിൻ്റെ വഴിക്ക്, റൂൾസാണ്, അതിൻ്റെ വഴിക്ക് പോകും. പിന്നെ നിങ്ങൾ ഈ വീഡിയോകൾ എന്തൊക്കെയാണ് കാണിക്കുക? മദ്യം കുപ്പി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മദ്യം അത് ചപ്പാത്തി പിന്നെ ബിരിയാണി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളതാണ് പറയണത്, മനസ്സിലായ? ഈ സ്കോഡുകാർ വന്നിട്ടുണ്ടായിരുന്നു. CI SI എല്ലാവരും 4 വട്ടം 3 വട്ടം വന്നിട്ടുണ്ട്. അവർക്ക് ചെക്ക് ചെയ്തിട്ടാണ് പോയത്. നിങ്ങൾ പറയണ മാതിരി ഗുണ്ടകളല്ലായിരുന്നു. അതിൽ ഒരു കുറച്ച് 10-15 ആൾക്കാർക്കോ 10 ആൾക്കോ കേസുകളുണ്ട്. അതും 15 കൊല്ലം 14 കൊല്ലം കേസില്ലാത്തവരാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് കേസുള്ളവരുണ്ടായില്ല, ഇല്ലയെന്ന് പറയണില്ല. അല്ല, ഞങ്ങൾ ആരെയും ഗുണ്ടകളാക്കുന്നില്ല, ഞങ്ങളല്ലല്ലോ ഈ പണിക്ക് ഇറങ്ങുന്നത്. അല്ല അനൂപ്, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഞങ്ങൾ ആരെയും ഗുണ്ടകളാക്കിയതല്ല. നിങ്ങൾ അവിടെ തുറസായ സ്ഥലത്ത് ഇത്തരത്തിലുള്ള സൽക്കാരം നടത്തി. അതിൽ ഈ താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, അതിൽ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അതുമാത്രമല്ല, താങ്കൾക്കെതിരെയും 2 കേസുകളുണ്ട്. പോലീസ് അവിടെ വന്നു, ഒന്നും സംശയിച്ചില്ല, തിരിച്ചുപോയി എന്ന്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്കെതിരെ എന്തിന് പോലീസ് ഇപ്പോൾ കേസെടുക്കണം? നിങ്ങൾക്ക് കോടതിന് വിശ്വാസമുണ്ടോ? നിങ്ങളാണോ വലുത്, കോടതിയാണോ വലുത്? മീഡിയ ആണോ വലുത്, കോടതിയാണോ? കോടതിയാണ്. ഈ കോടതി വെറുതെ വിട്ട കേസുകളാണ് എൻ്റെ. ഒരു അറ്റകൊല കേസ് വെറുതെ വിട്ടു. അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു കൊല കേസ് വെറുതെ വിട്ടു. ഒരു അറ്റകൊല കേസും ഒരു മർഡർ കേസും സിജോൻ്റെ കേസും വെറുതെ വിട്ടു. അപ്പോൾ എന്നെ എങ്ങനെയാണ് നിങ്ങൾ 4 കൊല കേസ് എന്ന് പറയുന്നത്? അല്ല, 4 കൊലക്കേസ് നല്ലല്ലോ പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് 2 എന്നല്ലേ പറഞ്ഞത്? ഇനി ഒരു കൊലക്കേസും കൂടി ഉണ്ട് എൻ്റെ വിസ്താരം. അല്ല, ഒരു കൊലക്കേസും പിന്നെ ഒരു അടിപിടി കേസും, അതല്ലേ താങ്കൾക്കെതിരെ ഇപ്പോൾ? 4 ഈ വീഡിയോയിൽ അത് ഇപ്പൊ നിലവിലുള്ളൂ. നിങ്ങൾ പത്രത്തിലും ഈ ന്യൂസിൽ ചാനലിലൊക്കെ നിങ്ങൾ എന്നിട്ടാണ് പറയുന്നത് 4 കൊലക്കേസ് പ്രതി, ഗുണ്ടാതലവൻ. ആരാണ് ഗുണ്ടാതലവൻ? ഇതൊക്കെ ഇപ്പൊ എൻ്റെ പേരിലൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇതിലും ഇല്ല, ഒന്നിലും ഇല്ലാത്ത ആളാണ് ഞാൻ.
ഇപ്പം നിങ്ങളാണ് എന്നെ ഏറ്റവും വലിയ ഗുണ്ടിയാക്കിയത് തൃശ്ശൂർ. പറയണ മനസ്സിലായോ? അല്ല, ഈ റീൽസിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പല അതിങ്ങനെ ഗുണ്ടകളുണ്ട്. പ്രൊമോഷൻ അവരെ പോയിട്ട് ഇതുമാതിരി എന്താ പറയാ നിങ്ങൾ? റീൽസ് കിട്ടുന്നതൊക്കെ ഞാനൊന്നല്ല, എനിക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ല. അത് കൂടെ വന്ന ആരെ പിള്ളേരെ കൂടി ചെയ്തതാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. 2 ദിവസം അല്ല, 1 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത്. ടോം പെരുമ്പാവൂർ അനസിന്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു. ടോം കുര്യാക്കോസ് പെരുമ്പാവൂർ അനസിന്റെ ചെയ്തികൾ പുറത്തു കൊണ്ടുവന്ന ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം അനസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. അനസും പറയുന്നത് ഞാനൊരു ഗുണ്ടാപ്പണിയും ചെയ്യുന്ന ആളല്ല എന്നാണ്. ഇത് സ്ഥിരം പറയുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ ടോം? തീർച്ചയായും മഞ്ജുഷ്, അതിനു മുൻപ് അനൂപിനോടൊരു ചോദ്യമുണ്ട്. അനൂപ് പറഞ്ഞു അനൂപ് ഒരു ഗുണ്ടാ പ്രവർത്തനത്തിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അനൂപിന്റെ തൊഴിൽ എന്താണ്? ഈ ഗുണ്ടാ പ്രവർത്തനം ഇല്ല എന്നാണ് പറയുന്നത്. ഞാനൊരു ഡ്രൈവറാണ്. അല്ല, എല്ലാ പണിക്കും എല്ലാ ജോലിക്കും പോവും. അതുകൊണ്ട് എനിക്കൊരു 1 house അവനോ ഒരു ഗുണ്ടേറ്റോ ഈ നിലവിലില്ല. പിന്നെ കോടതിനൊക്കെ ബഹുമാനിക്കും. നിങ്ങൾ പത്രക്കാരോ ഏറ്റെടുത്തിന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ചാനലുകാരിൽ പറയേണ്ട കാര്യമില്ല. ഇതൊന്നും പറയാൻ മനസ്സിലായി. അല്ലെങ്കിൽ കോടതിയിൽ നിങ്ങൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ പിടിക്കും ഒരു സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കാൻ? ഞങ്ങളുടെ വരുന്നു ആൾക്കാർ വരും, ഞങ്ങളെ തേടി വരുന്നതാണ്. ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകണില്ല, ഒരു ബ്രോക്കറിന് വെക്കുന്നില്ല ഞങ്ങൾ. അതായത് നിങ്ങളെ തേടി ആളുകൾ വരികയാണ്, ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കണം. അവിടെ കോടതിയെ സമീപിച്ചാൽ സമയം കൂടുതൽ എടുക്കും. അതുകൊണ്ട് നിങ്ങൾ വഴി ഈ ഇത് സെറ്റിൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളാണ് അല്ലേ അനൂപ്? അതെ, വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഫുൾ എമൗണ്ട് നിങ്ങൾ എടുത്തോന്ന് പറയും. അന്നേരം നമ്മളത് എടുക്കാറില്ല. നമ്മൾ ചിലപ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ തുച്ഛമായ എന്തെങ്കിലും നമ്മൾ അതിനെ പ്രതിഫലം എടുക്കും. അല്ലാണ്ട് നമ്മളൊരു പരിപാടിക്ക് നിൽക്കാറില്ല എന്ന്. പിന്നെ ഇങ്ങനത്തെ കേസിന് നമ്മൾ നിൽക്കാറില്ല. പറയാൻ മനസ്സിലായോ? നമ്മൾ സത്യസന്ധമായി ജോലിക്ക് പോവുക, കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് ആരാണ്? നിങ്ങൾ പറഞ്ഞ ആഡംബര കാറ്, ആരെ കാറ്? എൻ്റെ പേരിലുള്ള കാറാണോ? നിങ്ങളൊന്നത്തെ സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഈ ചാനലിലിടാൻ. അല്ലെങ്കിൽ കോടതിക്കൊരു നിലവാരവും കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നശിപ്പിക്കരുത്. അല്ലല്ലേ താങ്കളുടെ ഒരു അല്ല അനൂപിന്റെ ഏത് കാര്യം നശിപ്പിച്ചു എന്നാണ്? അനൂപ് അവിടെ ആ ഓപ്പൺ സ്പേസിൽ അത്രയും ആളുകളെ കൂട്ടി മദ്യസൽക്കാരം നടത്തുവാൻ അനൂപിന് എങ്ങനെ കഴിഞ്ഞു? അനൂപ് പാവപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്. ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടി വലിയ സൽക്കാരം നൽകുന്നു, പോലീസ് ഒന്നും ചെയ്യുന്നില്ല, തിരിച്ചു പോകുന്നു. ഇതല്ലേ സംഭവിച്ചത്? പോലീസ് അത്ര നല്ല ഉദ്യോഗസ്ഥന്മാർ അവരെ ചെക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടാണ് പോയത്. അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഈ പോലീസിന് എത്ര സമ്മർദ്ദം വരുന്നതെന്ന് അറിയാം മോളിൽ നിന്ന്. നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ചാനലിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അനൂപ് എന്നാണ് ഈ പാർട്ടി നടന്നത്? ഈ പാർട്ടി അനൂപ് സംഘടിപ്പിച്ച ഈ പാർട്ടി അത് എന്നാണ് സംഘടിപ്പിച്ചത്? പാർട്ടി നടന്നിട്ട് പാർട്ടി സംഘടിപ്പിച്ചത് 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി കഴിഞ്ഞ മാസം 2-3 അതാണ് മഞ്ജുഷ്. കാരണം ഈ തൃശ്ശൂരില് ഈ അനൂപ് നമ്മളോടൊപ്പം ഈ ചർച്ചയ്ക്കിരിക്കുന്ന അനൂപ് പാർട്ടി സംഘടിപ്പിച്ചത് വിവിധ ഗുണ്ടകളുടെ 60ഓളം വരുന്ന ആളുകളുടെ ഗുണ്ടകളുടെ പാർട്ടി സംഘടിപ്പിച്ചത് 1 മാസം മുൻപാണ്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നത്. അതിനുശേഷമാണ് പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ ആ റീൽസിൽ കാണാൻ കഴിയും. ഇവർ പാർട്ടി സംഘടിപ്പിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്, കാര്യങ്ങൾ തിരക്കി ഞങ്ങളൊരു ചടങ്ങ് നടക്കുകയാണെന്ന് പറഞ്ഞു പോലീസ് ആ വഴി മടങ്ങിപ്പോകുന്നു. ഇന്നലെ ന്യൂസ് 8 അടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത്, ആ ദൃശ്യങ്ങൾ ആ റീൽസുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ പിന്നീട് വ്യക്തമായത് കാപ്പ ചുമത്തപ്പെട്ട ആളുകളുണ്ട്, ലഹരി കേസിലെ പ്രതികളടക്കം ഈ അനൂപ് സംഘടിപ്പിച്ച പാർട്ടിയിൽ പങ്കെടുത്തിരുന്നുവെന്ന് പോലീസിന്റെ പിന്നീടുള്ള അന്വേഷണത്തിൽ, അതായത് റീൽസ് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ദിവസങ്ങളായി, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതായത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, പോലീസിന്റെ അനങ്ങാപ്പാറ നയമാണ് ഈ നാട്ടില് ഗുണ്ടകൾ ഇങ്ങനെ അടിഞ്ഞാടാനുള്ള കാരണമെന്നാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അനൂപ് തന്നെ പറയുന്നുണ്ടല്ലോ, ഇന്ന് പോലീസ് കേസെടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ അനൂപിനെ വിടുകയും ചെയ്തു. അപ്പോൾ അടുത്ത പണിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. തൽക്കാലം മുഖം രക്ഷിക്കാൻ എടുത്തതല്ലാതെ പിന്നെ എന്താണ്? ശ്രീ സുഭാഷ് ബാബു, ഇതാണ് സംഭവിക്കുന്നത് കേരളത്തിൽ എന്ന കാര്യം വ്യക്തമാണല്ലോ. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്, താങ്കൾ ഫോഴ്സിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഇതിപ്പോൾ
ഈ കൊട്ടേഷൻ സംഘങ്ങൾ വിലസുമ്പോൾ ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ ആകുമായിട്ട് പോലീസ് രംഗത്തെത്തുകയാണ്. എന്നിട്ട് കുറച്ചു പേരെ പിടിച്ച് അകത്തിടുകയാണ്. അതിൽ നിന്ന് കുറച്ചു പേരെ കാപ്പ ചുമത്തി അകത്തിടുന്നു. പിന്നെ ഈ പിടികിട്ടാപ്പുള്ളികൾ ഉണ്ടെങ്കിൽ അവർക്കും അകത്ത് കിടക്കേണ്ടി വരുന്നു. ബാക്കിയുള്ളവരെ വിടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ ഒരു പ്രസ് റിലീസ് തന്നെ ഇക്കാര്യത്തിൽ പോലീസ് നൽകിയതാണ്. അവരൊക്കെ ഇപ്പോൾ യഥേഷ്ടം വിലസുകയാണ്, അടുത്ത പണിക്ക് പോവുകയാണ്, കൊട്ടേഷൻ പണിക്ക് പോവുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷൻ ആകുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കേരളത്തിലുണ്ടോ ശ്രീ സുഭാഷ് ബാബു? അല്ല, ഈ അക്രമികളെ, അതായത് പൊതുസമാധാനം സ്ഥിരസ്വഭാവത്തോടു കൂടി തകർക്കുന്ന വ്യക്തികളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ക്രമസമാധാന വിശ്വാസം വളർത്തേണ്ടത്. അവർക്ക് സ്വൈര്യമായി ജീവിക്കാനും സഞ്ചരിക്കാനും അവരുടെ തൊഴിൽ ചെയ്യാനുമുള്ള ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം അധികം ആളുകൾ, കുറേ ആളുകൾക്ക് പണിയുണ്ടാവും, അധികം ആളുകൾക്ക് പണിയൊന്നുമില്ല. ഇതേമാതിരി ഏതെങ്കിലും വ്യക്തികളുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമപരമല്ലാത്ത രീതി അവിഹിതമായ മാർഗത്തിൽ അക്രമ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ സംബന്ധിച്ച് അവർ ഏറ്റെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികം കൊണ്ട് അല്ലെങ്കിൽ അവർ ചോദിച്ചു വാങ്ങുന്ന പണം കൊണ്ട് ജീവിക്കുകയും അവരുടെ ജീവിതം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഗുണ്ടകളെന്ന് പൊതുവെ വിളിക്കുന്നത്. അതായത് ക്രമസമാധാന തകർച്ച സ്ഥിരസ്വഭാവത്തോടു കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് ഗുണ്ടകളെന്ന് നമ്മൾ വിളിക്കുന്നത്. അവരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സംവിധാനമാണ്. അത് ഓപ്പറേഷൻ ആകെന്ന് പറഞ്ഞിട്ട് ഇത് അതായത് വാവനും സംക്രാന്തിക്കും ചെയ്യേണ്ട കാര്യമല്ല. ഇത് തുടർച്ചയായ പ്രക്രിയയാണ്. അതായത് ഏതെങ്കിലും ഒരു ഗുണ്ടയുണ്ടെങ്കിൽ, അതേമാതിരി സാമൂഹ്യ ദ്രോഹികളായിട്ടുണ്ടെങ്കിൽ, ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ നിരന്തരമായി പിന്തുടരുകയും അവരുടെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചതിന് ശേഷം ആവശ്യമുള്ള സമയത്ത് അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും അവരുടെ സൽസ്വഭാവം ഉറപ്പുവരുത്തുകയും അവരുടെ മേലിൽ ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ എടുക്കുക, അതല്ല സെക്യൂരിറ്റി പ്രൊസീഡിങ്സ്, അതല്ല ഡീറ്റൻഷൻ ഓർഡർ, അതായത് കാപ്പ പ്രകാരമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡീറ്റൻഷൻ ഓർഡർ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അതാത് സമയത്ത് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് അതിന് ആവശ്യമുള്ള സമയത്ത് കാലാകാലങ്ങളിൽ എടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ അനൂപ് തന്നെ, അനൂപ് ഒരു കൊലക്കേസിൽ ജയിലിലായിരുന്നു, പക്ഷേ ശിക്ഷിക്കപ്പെടാതെ അദ്ദേഹം അനൂപിനെ കോടതി വെറുതെ വിട്ടു. അങ്ങനെ അനൂപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നത്. ഇത്രയും ആളുകളെ, അതിൽ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ ചെന്ന പോലീസിന് ഇതിൽ ഒരു സംശയവും തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, അനൂപിനെതിരെ ഒരു കൊലക്കേസ് കൂടി ഉണ്ട്. ബാക്കി ഒരെണ്ണം അടിപിടി കേസാണ്, പക്ഷെ ഒരു കൊലക്കേസ് കൂടിയുണ്ട്. ഇങ്ങനെ ഒരു പ്രതി ഇങ്ങനെ ഒരു സൽക്കാരം സംഘടിപ്പിക്കുമ്പോൾ, സിനിമാ മോഡലിൽ ഒരു സൽക്കാരം സംഘടിപ്പിക്കുമ്പോൾ അവിടെ പോയി എത്തി നോക്കിയിട്ട് തിരിച്ചു പോരുന്നതാണോ കേരള പോലീസിന് വേണ്ടത്? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം തുറസായ സ്ഥലത്ത്, നമുക്കറിയാം, തുറസായ സ്ഥലത്ത് മദ്യപിരിക്കുന്ന അബ്കാരി ആക്ട് പ്രകാരം കുറ്റമാണ്. അതുപോലെ തന്നെ ആരുടെ സ്ഥലമായാലും തുറസായ സ്ഥലമാണ്. അത് സ്വകാര്യ സ്ഥലത്ത് തൻ്റെ വീട്ടിലിരിക്കാം, തൻ്റെ വീട്ടിലെ സ്വന്തം പറമ്പിലിരുന്ന് കഴിക്കാം, വീട്ടിനുള്ളിൽ നിന്ന് കഴിക്കാം, ബാറിൽ നിന്ന് കഴിക്കാം. അതല്ലാതെ ലൈസൻസ് ഇല്ലാത്ത മറ്റൊരു പൊതുസ്ഥലങ്ങളോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള തുറസായ സ്ഥലങ്ങളോ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തുറസായ സ്ഥലത്ത് മദ്യപാനം നടക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ എടുക്കണമായിരുന്നു. എടുത്തില്ല. അതിനകത്തിൽ ആരാണ് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ള ഏകദേശം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വെരിഫൈ ചെയ്തുകൊണ്ടാണ്. കാരണം ഇവരുടെ ഫോൺ നമ്പറോ ഇവരുടെ ഡീറ്റെയിൽസോ ഒരു അഡ്രസ്സ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയിട്ട് അതാണ് ഇത് പിന്നെ നേരത്തെ അറസ്റ്റ് ചെയ്ത ആളാണോ, അല്ലെങ്കിൽ കാപ്പ ചുമത്തിയ ആളാണോ, ഇവൻ വേറെ ഏതെങ്കിലും റൗഡിസം കാണിച്ചിട്ട് പിടിക്കപ്പെട്ട ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസിന് അവിടെ നിന്ന് തന്നെ വ്യക്തത ഉണ്ടാക്കാൻ കഴിയും. അതിന് ശ്രമിക്കാതെ അവിടെ ചെന്നതിന് ശേഷം ഒരു സാധാരണ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തുറസായ സ്ഥലത്ത് ഒരു പാർട്ടി, മദ്യപിക്കുന്ന പാർട്ടി നടത്താൻ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നിയമമില്ല. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അജ്ഞതയായിരിക്കും, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി ഇതിനോട് ചേർന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അല്ല, ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ ഇട്ട് കളിക്കുമ്പോൾ അതൊരു പ്രൊമോഷന്റെ ഭാഗം കൂടിയാണല്ലോ. ഇതിൽ ഇടപെടുവാനായിട്ട് പോലീസിന് കഴിയുമോ ഇല്ലയോ? ഇപ്പോൾ അവിടെയും കേസില്ല, ആർക്കും പരാതിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതാണോ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം?
പോലീസ് ഇങ്ങനെയുള്ള എല്ലാ കുറ്റങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വിവരം അറിയിക്കണം എന്നുള്ളതാണല്ലോ പോലീസിൻ്റെ ക്രിമിനൽ ഇൻ്റലിജൻസ് കളക്ഷൻ എന്ന് പറയുന്നത്. അതാണ് പോലീസിൻ്റെ, അതായത് കേരളത്തിലുള്ള 50,000 ആണല്ലോ 56,000 പോലീസുകാരുണ്ട്. ആ ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും പ്രാഥമികമായ ഉത്തരവാദിത്വം അവർ ഈ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളെ സംബന്ധിച്ച്, കുറ്റകൃത്യം ഉണ്ടാകാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ വിവരം ഓരോ വ്യക്തികളും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് കഴിഞ്ഞാലും 24 മണിക്കൂറും അവർ ജാഗരൂകരായിട്ട് ഈ വിവരങ്ങൾ കളക്ട് ചെയ്യുകയും അത് ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ജോലി. അതിന് പ്രത്യേകമായിട്ട് പോലീസിൽ പറയുന്നുണ്ട്. ആദ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമം നടത്തണം. അത് കഴിഞ്ഞതിന് ശേഷം അവരതിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ അവരെ വാൺ ചെയ്യാം. വാൺ ചെയ്തിട്ടും ഇവർ വീണ്ടും ഇതനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്ത് അവരുടെ പേരിൽ തിരുവനന്തപുരത്തുണ്ടായ സംഭവം എന്ന് പറയുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയ പ്രതികളാണ് ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം കരമനയിൽ നടത്തിയത്. അതിനുശേഷമാണ് വീണ്ടും ഓപ്പറേഷൻ ആഗ് പൊടി തട്ടി എടുത്തിരിക്കുന്നത്. ഇവിടെ അനൂപ് തന്നെ വന്ന് നെഞ്ചുവിരിച്ച് പറയുകയാണ്, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളല്ലേ, എന്നെ കോടതി വെറുതെ വിട്ടതല്ലേ, കോടതിയിലല്ലേ വിശ്വാസം വേണ്ടത് എന്ന്. അപ്പോൾ പോലീസ് പിന്നെ അനൂപിന്റെ പിന്നാലെ പോകുന്നില്ല. സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള കാര്യം പോലീസ് തന്നെ മൂടി വെക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അനൂപിന് ഇങ്ങനെ പറയുവാനും കഴിയുന്നത്. ജിൻഡോ, ഇതാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ആഗ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇവിടെ കിട്ടുന്നില്ല. ശരിയാണ്. കാരണം ഈ കുറച്ച് റെയ്ഡൊക്കെ നടത്തുന്നതിൽ ഒരു വലിയ അർത്ഥമൊന്നുമില്ലെന്നേ. ആളുകൾക്ക് വലിയ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ചാലക്കുടിയിലെ ഒരു ലഹരി കേസ് നമ്മൾ കണ്ടില്ലേ, ഒരു ഷീല സണ്ണി എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മയെ വ്യാജമായിട്ടുള്ള ലഹരി കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും അവർ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അവർ പുറത്തു വരുന്നത്. യഥാർത്ഥ പ്രതികൾക്കെതിരെ, യഥാർത്ഥ ലഹരിക്കടത്തുകാർക്കെതിരെ, ഗുണ്ടകൾക്കെതിരെ നാട്ടിലെ ഏതെങ്കിലും വീട്ടമ്മമാർ പോലീസിനെ വിളിച്ചറിയിച്ചാൽ പോലീസ് എത്തുന്നതിന് മുമ്പ് ഗുണ്ടകൾ വന്ന് ഇവരുടെ വീട് തല്ലിപ്പൊളിക്കുന്ന സാഹചര്യമാണ്. അത്രത്തോളം പോലീസും ഗുണ്ടകളും തമ്മിലുള്ള നെക്സസ് നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു കഴിഞ്ഞു. ഇവിടെ ബോംബുണ്ടാക്കുന്ന പാർട്ടിക്കാർ ഈ സംസ്ഥാനം ഭരിച്ചാൽ ഈ സംസ്ഥാനത്ത് ഇതിലും വലിയ അത്ഭുതമൊക്കെ നടക്കും. കാരണം അവരുടെ മെയിൻ പരിപാടി ബോംബുണ്ടാക്കുക, ബോംബെറിഞ്ഞ് മറ്റാളുകളെ കൊല്ലുക എന്നുള്ളതാണ്. അതൊരു ഹരമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ ചർച്ചയിൽ തന്നെ അനൂപ് പറയുന്നത് എന്താ വിയ്യൂർ CI നല്ല മനുഷ്യനാണെന്ന്. ഏത് വിയ്യൂർ CI? ഇവരുടെ പാർട്ടി നടന്നപ്പോൾ, തുറസായ സ്ഥലത്ത് പാർട്ടി നടന്നപ്പോൾ പോലീസ് വന്ന് പരിശോധിക്കുന്നു, പ്രത്യേകിച്ച് ഒരു കുറ്റവും കാണാതെ തിരിച്ചു പോകുന്നു. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ പിന്നീട് കുറ്റം കണ്ടെത്തുന്നു, കേസെടുക്കുന്നു. അതെങ്ങനെയാണ് പോലീസിന് രണ്ട് നിലപാട് വരുന്നത്? അപ്പോൾ അന്ന് പോലീസ് ഇവരെ സംരക്ഷിച്ച് ഇവർക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ അനുകൂലമായിരിക്കുന്ന ഒരു സ്റ്റേഷനിലെ CI നല്ലതാണെന്ന് ഒരു ഗുണ്ടാ നേതാവ് സാക്ഷ്യപ്പെടുത്തുന്നിടത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തരം താണിരിക്കുക. നാട്ടിലെ ഗുണ്ടാ നേതാക്കന്മാരാണ് തീരുമാനിക്കുന്നത് ഈ CI-മാർ നല്ലവരാണോ മര്യാദക്കാരാണോ എന്ന് തീരുമാനിക്കുന്നത്. അതെന്ത് ന്യായം? നാട്ടിലെ പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും സാധാരണ ആളുകളും അല്ലേ പറയേണ്ടത് ഈ പോലീസ് നല്ലതാണ്, ഞങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന്? പകരം ഇത്തരത്തിലുള്ള ആളുകളാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല അനൂപ് വന്നിരുന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്, പോലീസ് എന്നോട് നന്നായിട്ടാണ് പെരുമാറിയത്, നിങ്ങളാണ് എന്നെ ഗുണ്ട എന്ന് വിളിക്കുന്നത് എന്ന്. പിന്നെ ഗുണ്ടകളെ പിന്നെ ഗുണ്ടകൾ എന്നല്ലാതെ കുണുവാവ എന്ന് വിളിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് മഞ്ജുഷ എനിക്ക് മനസ്സിലാകാത്തത്. ഇവർ പറയുന്ന ലോജിക്ക് മനസ്സിലായി. പോലീസ് ഇവരും തമ്മിൽ വലിയ ബന്ധമാണ്. പോലീസ് പറയുന്നത് നാട്ടിലെ ആളുകൾക്ക് ജനമൈത്രി പോലീസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഗുണ്ടാമൈത്രി പോലീസാണ് കേരളത്തിലുള്ളത്, ജനമൈത്രി പോലീസ് അല്ല. സാധാരണ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ, അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ പോലീസിന് സാധിക്കുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റും. ഇവിടെ അനൂപ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം 2 കേസിൽ കൊലക്കേസിൽ രക്ഷപ്പെട്ടു എന്ന്. കോടതി വെറുതെ വിട്ടുന്നു. കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെട്ടു, തെളിവുകൾ സഹിതം ആ കേസ് തെളിയിക്കാൻ പരാജയപ്പെട്ടു എന്നാണ്. സാക്ഷികളെ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ജിൻഡോ. ആ സാക്ഷികളെ എങ്ങനെയാണ് കൂറ് മാറ്റുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് നെഞ്ചുവിരിച്ചു വന്ന് പറയുകയാണ് ഒരു കൊലക്കേസ് നടത്തിയിട്ടും ഒരു കൊല നടത്തിയിട്ടും ഞാൻ രക്ഷപ്പെട്ടു വന്നല്ലോ എന്ന്. അതന്നെ ഞാൻ ചോദിക്കുന്നത്. പോലീസിന്റെ പ്രോസിക്യൂഷന്റെ പരാജയമാണ് ഇത് തെളിയിക്കാൻ പറ്റാതെ വരുന്നത്. കൊലക്കേസിൽ ഇത്തരം പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ആ കൊലകൾ നടന്നിട്ടില്ല എന്നല്ല, അത്തരം ആളുകൾ മരണപ്പെട്ടില്ല എന്നല്ല. അല്ലെങ്കിൽ ആളുകൾ ജീവനോടെ ഉണ്ടാകണമല്ലോ. ആളുകൾ മരണപ്പെട്ടു, പോലീസിന്റെ അന്വേഷണത്തിൽ അവർ മരണപ്പെട്ടു, അതെല്ലാം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഗുണ്ടകൾ വെറുതെ വിടപ്പെടുന്നത് പറഞ്ഞാൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും തികഞ്ഞ പരാജയമാണ്. എന്നിട്ട് ഇവർ പുറത്തിറങ്ങി വന്നിട്ട് പറയാണ് പോലീസ് ഞങ്ങളോട് വളരെ മര്യാദയോടെയാണ് പെരുമാറിയത്, മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും പൊതുജനങ്ങളാണ് മോശക്കാര് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക്
നമുക്ക് പറ്റില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ അനവധിയായിട്ട് ആവർത്തിക്കുമ്പോൾ മാത്രം ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ ആഗോ, ഓപ്പറേഷൻ കാവലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ തട്ടിപ്പ് നടത്തുന്നത് കൊണ്ട് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഒരു സംരക്ഷണവും ആഭ്യന്തര വകുപ്പിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ പോലീസിൽ നിന്ന് എന്തൊക്കെ സഹായമാണ് അനൂപ് കിട്ടിയിട്ടുള്ളത്? അനൂപിന് ഇപ്പോൾ വിയൂർ പോലീസിനെ കുറിച്ച് പറഞ്ഞുവല്ലോ അനൂപ്, എന്ത് സഹായമാണ് അവർ ചെയ്തു തരുന്നത്? ഞാൻ വിജൂര് പോലീസ് സഹായിച്ചു എന്നല്ല പറഞ്ഞത്. ഓരോ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരവരെ ഡ്യൂട്ടി ചെയ്യുന്നത് പറഞ്ഞ മനസ്സിലായി. എന്നെ സഹായിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു. അവർ ചെയ്യുന്ന അവരെ ഡ്യൂട്ടി അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞ മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അവർ കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ സത്യസന്ധമായി അവർ ജോലി എടുക്കുന്നു പറഞ്ഞ മനസ്സിലായി. തൃശ്ശൂർ പോലീസ് എന്ന് പറഞ്ഞാൽ ഏത് ഗുണ്ടകൾ വേണമെന്ന് ചോദിച്ചോ, ഇടിച്ചു കൊണ്ട് നട്ടെല്ലാണ്ട് ഒടിക്കും, അമ്മയെ കാണിക്കും പറഞ്ഞ മനസ്സിലായ. അതാണ് തൃശ്ശൂർ പോലീസ്. വേറെ പോലീസിനെ പറ്റി എനിക്കറിയില്ല പറഞ്ഞ മനസ്സിലായി. പിന്നെ ഓരോ പാർട്ടിക്കാർ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഏത് ഗുണ്ടകളുടെ നട്ടണ്ട് ഒടിക്കും പറഞ്ഞ മനസ്സിലായി. വെറുതെ FIR എൻ്റെ എഴുതി തരും, റിമാൻഡാണ് പറഞ്ഞ, ഒന്നും ചെയ്യുന്നു വേണ്ട. ഗുണ്ടകളെ നിങ്ങൾ തന്നെയാണ് ആൾക്കാരാക്കണത് പറഞ്ഞ മനസ്സിലായി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, 4 കസാര ഇടാണ്ട് ഒരു ചാനലിലാണ്ടിരിക്കുക പറഞ്ഞ മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് പണി? പണിയൊക്കെ പോയിട്ട് അനൂപിനെന്താണ് പണി? എന്റെ പണി ഞാൻ സാധാരണ കുടുംബത്തുമായി ജീവിക്കുകയാണ് പറഞ്ഞ മനസ്സിലായ. നിങ്ങൾക്ക് ഇതല്ലാണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് ശമ്പളം കിട്ടുന്നു? നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, പണിക്ക് പോടോ. ആ പണിക്ക് തന്നെ പോയാൽ പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. തർക്കിക്കാൻ വരണ്ട അനൂപ്. അനൂപ് ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. അനൂപ് നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ആ വക വർത്തമാനം ഇങ്ങോട്ട് പറയണ്ട അനൂപ്. ഓരോരുത്തരും ചെയ്യുന്ന ജോലി, ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളവും കൂലിയും വാങ്ങി തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലാതെ ഗുണ്ടാപ്പണി ചെയ്തും തർക്ക പരിഹാരം നടത്തിയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ആ പണിയൊന്നും പറയണ്ട, അതൊന്നും പറയണ്ട. അനൂപിന്റെ പണി എന്താ? ഞങ്ങൾക്കൊക്കെ പറയാനായിട്ട് തൊഴിലുണ്ട്. പിന്നെ നിങ്ങൾ എന്റെ മദ്യംകുപ്പി കണ്ടിരുന്നോ? മദ്യംകുപ്പി നിങ്ങൾ തൊഴില് സത്യസത്യമായി ചെയ്യും. നിങ്ങൾ മദ്യംകുപ്പി കണ്ടിരുന്നോ? അല്ലെങ്കിൽ പിന്നെ അത് എന്താണെന്ന് പറയാം അനൂപ്. ഞാൻ അനൂപിന്റെ മദ്യക്കുപ്പി കണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്, പരാതിക്കാരും തർക്ക പരിഹാരത്തിന് വേണ്ടി നിങ്ങളെ തേടി വരുന്നു എന്ന്. അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ പോലീസിന്റെ നിയമസംവിധാനമാണ് പരാതിക്കാരും ഇത്തരം ഗുണ്ടകളെ തേടി വരുന്നത് പരാതി പരിഹരിക്കാൻ, തർക്കം പരിഹരിക്കാൻ. അനൂപാര സ്ഥലത്തെ CAയോ SHOയോ ആരാ? ഇവിടുത്തെ പോലീസിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഗുണ്ടകളെ തേടി പോകുന്നത്. അല്ല എന്തുകൊണ്ടാണ് ഈ അനൂപിനെ പോലെയുള്ളവരുടെ അടുത്തേക്ക് ആളുകള് സമീപിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യം, ഈ അടുത്തിടെ ഞാൻ ഔറംഗസേബ് എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയുടെ, കൊച്ചിയിലെ ഒരു കുപ്രസിദ്ധ ഗുണ്ട ഔറംഗസേബിന്റെ ഒരു ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്തിരുന്നു News 18. ഈ ഇന്റർവ്യൂവിന് ശേഷം പാലക്കാട് നിന്ന് ഒരു യുവതി എന്നെ വാട്സപ്പിൽ ഫോണിൽ ബന്ധപ്പെട്ടു. അവർക്ക് ഔറംഗസേബിന്റെ നമ്പർ വേണം. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു. അവരുടെ കുടുംബത്തിൽ ഒരു വസ്തു തർക്കമുണ്ട്. ഈ വസ്തു തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസിനെ സമീപിച്ചു, പിന്നീട് കോടതിയെ സമീപിച്ചു. യാതൊരു വിധത്തിലുള്ള നീതിയും അവർക്ക് ലഭിച്ചില്ല. അതായത് പോലീസിൽ നിന്നും നമ്മുടെ നിയമ സംവിധാനത്തിൽ നിന്നും യാതൊരു വിധത്തിലുള്ള നീതിയും അവർക്ക് ലഭിക്കാതെ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഔറംഗസേബിന്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ നമ്പർ കൊടുത്തില്ല, പക്ഷെ ഔറംഗസേബിന്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഔറംഗസേബിനെ കൊണ്ടൊരു കൊട്ടേഷൻ കൊടുക്കാം, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊട്ടേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നെ ബന്ധപ്പെട്ടത്. അതായത് നമ്മുടെ പോലീസിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജിൻഡോ തന്നെ സൂചിപ്പിച്ചു പന്തീരാങ്കാവിൽ നടന്നത് എന്താണെന്ന്. ഗാർഹിക പീഡന കേസിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോൾ ആ പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനം, ഒരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് പോലീസിൽ അല്ലെങ്കിൽ ഒരു കോടതിയിൽ സിവിൽ കേസുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് പിന്നാലെ നടക്കേണ്ടി വരും. പക്ഷെ അവർ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് നടക്കുന്നവരെ, ഗുണ്ടകളുടെ പിന്നാലെ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസിന്റെ വീഴ്ചയാണ് ഇതുപോലുള്ള ഗുണ്ടാസ്. മാത്രമല്ല ടോമോ, ഇപ്പോൾ അനൂപ് പറയുന്നത് മദ്യക്കുപ്പി കണ്ടോ എന്നാണ്. അനൂപ് പറയുന്നത് മദ്യക്കുപ്പി കണ്ടോ എന്നാണ്. ഒരു കൊലക്കേസ് ഉൾപ്പെടെ ഉള്ള ആളെയാണ് പോലീസ് അവിടെ ചെന്ന് എത്തി നോക്കിയിട്ട് പോകുന്നത്. അതിനൊരു കുഴപ്പവുമില്ല, ഇല്ലേ ടോം? എന്നിട്ട് ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമോ? അവിടെ മറ്റു ആളുകളും ഉണ്ടായിരുന്നുവല്ലോ, ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു, അവരുടെ കാര്യം മദ്യക്കുപ്പി ഒരു പക്ഷെ ആയിക്കോട്ടെ, അത് മദ്യക്കുപ്പി അല്ല എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാപ്പ ചുമത്തപ്പെട്ട ആളുകള്, ലഹരി കേസുകളിലെ പ്രതികളടക്കം ആ സംഗമത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ന്യായീകരിക്കുകയാണ് അനൂപിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും?
അനൂപ് തന്നെ സ്ഥാപിക്കുന്നുണ്ട് അനൂപ് ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന്, മറ്റു തൊഴിലെടുത്തായിട്ട് വിവരമില്ല. പോലീസിന്റെ പട്ടികയിൽ, ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തിയാണ് അനൂപ്. അല്ലാതെ വേറെ ആരും ചാർത്തി കൊടുത്തതല്ല, നമ്മളാരും ചാർത്തി കൊടുത്തതല്ല. അനൂപ് വെറുതെ ഇവിടെ കിടന്ന് ചൂടായിട്ട് കാര്യമില്ല. അനൂപ് മറ്റാരും ചാർത്തി തന്നല്ലോ, പോലീസിന്റെ തന്നെ പട്ടികയിലുള്ള ആളല്ലേ? പോലീസിന്റെ പട്ടികയിലായാലും ഒരു മര്യാദക്കില്ലേ സാറേ? ഞാൻ പിന്നെ പറയണ മനസ്സിലായി, നമ്മളൊരു 4 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ഒരു സൈക്കാട്രി പേഷ്യൻ്റ് ആണ്. പറയാൻ മനസ്സിലായി. ഞാൻ അമലയിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ ഒരു ലഹരി ഒന്നും ഇല്ലാത്ത ആളാണ്. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കാര്യങ്ങളായിട്ട് ഇല്ല. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്, പറയാൻ മനസ്സിലായി. ഒരു മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. സൈക്കാട്രി പേഷ്യൻ്റ് കൂടിയാണ്. ഞാനൊരാളിനെ ഉദ്യോഗസ്ഥന്മാരെ നല്ലതെന്ന് അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ കുറേ സാറന്മാർ വന്ന് പോയിട്ടുള്ളതാണ്. നമ്മൾ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചാൽ പോവുക, നമ്മൾ മാന്യമായിട്ട് തന്നെ പെരുമാറുക. അവരതന്മാർ തന്നെയാണ്. പറയാൻ മനസ്സിലായി. അല്ലാണ്ട് നമ്മൾ കൈക്കൂലി കൊടുത്തിട്ടോ ഗുണ്ടായുസം കാണിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല. അനൂപിന്റെ ഈ ഗുണ്ടാപ്രവർത്തനം കൊണ്ട് എത്രയോ ആളുകൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അനൂപ്. അത് താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അനൂപ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ ഗുണ്ടാപ്പണി നിർത്തണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അനൂപിനുണ്ടോ? ഞാനൊരു ഗുണ്ടാപ്പണി നടത്തിയിട്ടില്ല. നിങ്ങൾ ഈ പറയുമ്പോൾ നമ്മൾ പ്രഷറാവുള്ളൂ. പറയാൻ മനസ്സിലായി. നമ്മൾ ഒരു കുറച്ച് ഗുളികൾ, ഒരു 10 ഗുളിക 6 ഗുളിക എടുത്ത് സൈക്കാട്രി ഗുളിക കഴിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ പ്രഷറാവണമെന്ന്. അല്ലാണ്ട് നിങ്ങളോട് ദേഷ്യം കൊണ്ടോ മറ്റുള്ളവരോട് ദേഷ്യം കൊണ്ടോ അല്ല സംസാരിക്കുന്നത്. നമ്മുടെ ഡിപ്രഷൻ കൂടി നിങ്ങൾ നോക്കണം. അല്ലാണ്ട് നമുക്ക് ഒരാളോട് വ്യക്തിത്വമായി വൈരാഗ്യമില്ല. ശരി സുഭാഷ് ബാബു, മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടും കൂടെ ഇതിനൊപ്പം തന്നെ നടത്തുന്നുണ്ട് കേരള പോലീസ്. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി ഇത് രണ്ടും ക്ലബ്ബ് ചെയ്ത് തന്നെയാണല്ലോ ഇവിടെ നടക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങൾ അങ്ങനെയാണല്ലോ, ലഹരിക്ക് അടിമയായിട്ടാണ് പല കൃത്യങ്ങളും ഇവിടെ ചെയ്യുന്നത് എന്ന കാര്യം പോലീസ് തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ ഡി ഹണ്ട് നടത്തിയിട്ട്? സുഭാഷ് ബാബു. അല്ല, ഇതിൽ പിന്നെ ഡീഹണ്ടെന്നായാലും ശരി, ആകെ ഏത് പേര് കൊടുത്താലും ശരി, ആക്ഷനാണ് ആവശ്യം, അല്ലാണ്ട് പേരല്ല. ഈ പേരിൽ ഞങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നതല്ല. ഈ പേരില്ലാണ്ട് തന്നെ ആക്ഷൻ എടുത്താൽ മതിയല്ലോ. പേര് കൊടുത്തത് നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. കാരണം അത് ആളുകളെ സംബന്ധിച്ചുള്ള ഒരു അഡ്രസ്സോട് കൂടിയിട്ട് ഈ ആക്ഷൻ ഞങ്ങൾ എടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം കിട്ടും, പൊതുസമാധാനം ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിൽ പേര് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പേര് കൊണ്ട് ആയില്ലല്ലോ, ആക്ഷനാണ് വേണ്ടത്. ആക്ഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോഴാണ് സാധാരണഗതിയിലേക്ക് ജനങ്ങൾക്ക് സ്വൈര്യജീവിതം ഉറപ്പുവരുത്തുകയും അവർക്ക് സമാധാന ജീവിതം ഉണ്ട് എന്ന് തോന്നുകയും ചെയ്യുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസ് സംവിധാനത്തിനെ പറ്റിയിട്ടൊരു ബഹുമാനവും പ്രതീക്ഷയും ഉണ്ടാകുന്നത്. അതുപോലെ അതുവഴിയാണ് ഗവൺമെൻറ് സൽപ്പേരുണ്ടാകുന്നത്. അതുകൊണ്ട് ഇതേമാതിരിയുള്ള ഇനാക്ഷൻ ആയാലും ശരി, അതുപോലുള്ള ഇനി ഓവർ ആക്ഷൻ പോയാൽ പോലും അതൊക്കെ ഗവൺമെൻറ്റിനെയാണ് നേരിട്ട് പിടിക്കുന്നത്. അതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നല്ല രീതിയിൽ ചെയ്ത് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ജനങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും ആർജിക്കണം. അതാണ് പോലീസിൻ്റെ പണി. പോലീസ് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് പോലീസ് എന്തിനാണ്? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നിയമിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ സമാധാനമല്ലേ പ്രധാന പ്രശ്നം. അതിനു വേണ്ടിയിട്ട് മാത്രമല്ലേ ശമ്പളം കൊടുക്കുന്നത്, അത് മാത്രമല്ലേ അവരുടെ തൊഴിൽ, വേറെ തൊഴിലൊന്നുമില്ലല്ലോ. ജനങ്ങളുടെ പൂർണ്ണമായ സംരക്ഷണം കൊടുത്ത് അവർക്ക് സമാധാനമായിട്ട് വീട്ടിൽ സ്വൈര്യജീവിതം നടത്തുന്നതിനും വീട്ടിൽ ഉറങ്ങുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നതിനും മറ്റ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുക, സാമൂഹിക കാര്യങ്ങൾ നോക്കുക എന്നുള്ള അവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്രമസമാധാനം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? പോലീസ് മാത്രമാണ്. അതുകൊണ്ട് പോലീസിൻ്റെ പണി അത് മാത്രമാണ്. അതിനകത്ത് എന്ത് വീഴ്ച വന്നാലും പോലീസാണ് അതിന് 100% ഉത്തരവാദി. പോലീസിന് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് അധികാരങ്ങൾ, അതായത് അൺലിമിറ്റഡ് പവേഴ്സ്, അത് ഈ നിയമത്തിനകത്തില്ല. ശരി, അവർക്ക് എന്തും ചെയ്യാം, ആരെയും വിളിച്ച് ചോദിക്കാം, ആരെയും വേണമെങ്കിലും ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യാം, ഡീറ്റെയിൻ ചെയ്യാം, കേസെടുക്കാം, റിമാൻഡ് ചെയ്യാം, ചാർജ് ഷീറ്റ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെയുള്ള അധികാരം പോലീസിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പൊതുസമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അമിതമായ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളതിൻ്റെ സമാനമെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം.
അപ്പോൾ അധികാരം കൊടുത്തതിന് ശേഷം ഈ അധികാരം ഉപയോഗിച്ച് അവർ ചെയ്യാനാണ് പറയുന്നത്. അതിനകത്ത് അവർ വീഴ്ച വരുത്തുമ്പോഴാണ് ഇതേമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് വിമർശനം ഉണ്ടാകുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അഥവാ കുറ്റകൃത്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് തിരിച്ചറിയേണ്ടത് എന്ന് കേരള പോലീസ് മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ആക്ടിലും പറയുന്നുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ പ്രവൃത്തിയോടുള്ള കാര്യക്ഷമതയുടെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നും അതുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലരായാലും കാര്യക്ഷമമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അവർക്ക് കിട്ടേണ്ടത്. അതനുസരിച്ച് ഉയർന്ന് പോലീസ് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഈ സംവിധാനത്തിൽ. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ടോം, മറ്റൊരു കാര്യം കൂടി, പെരുമ്പാവൂർ അനസിന്റെ കാര്യം ടോം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അതിൽ പുറത്തു വരികയും ചെയ്തു. പക്ഷേ അനസിനെ തിരികെ കേരളത്തിലേക്ക് ദുബായിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും സംഭവിച്ചിട്ടില്ലല്ലോ. അനസിന്റെ കൂട്ടാളികൾ ചിലർ ഒതുങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ചിലരെ ചോദ്യം ചെയ്തു. ഇതൊക്കെ അല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു തോക്ക് കണ്ടെടുത്തു എന്നതിനപ്പുറം എന്താണ് അനസിന്റെ കാര്യത്തിൽ പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുള്ളത്? മഞ്ജുഷ, നമ്മൾ ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തത് മാർച്ച് 27-നാണ്. അതായത് 1.5 മാസം പിന്നിടുന്നു. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ, പെരുമ്പാവൂർ അനസ്, ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസ് നാട് വിട്ടത്, ദുബായിലേക്ക് കിടന്നത് വ്യാജ പാസ്പോർട്ടിലാണെന്നത് സംബന്ധിച്ചുള്ള തെളിവുകളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു. ATS പലയിടങ്ങളിലും റെയ്ഡ് നടത്തി. പെരുമ്പാവൂർ അനസിന്റെ എന്ന് പറയുന്ന 4 തോക്കുകൾ കണ്ടെടുത്തു. അനസിന്റെ കൂട്ടാളികളെ ചിലരെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റും ചെയ്തു. പക്ഷെ ഇതുവരെയും അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോഴും വിദേശത്ത് നിന്നുകൊണ്ട് പെരുമ്പാവൂർ അനസ് ഗുണ്ടാ പ്രവർത്തനങ്ങൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന കാര്യം അതിന് പിന്നാലെ നമ്മൾ നിരവധിയായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, നേരത്തെ ജിൻഡോ സൂചിപ്പിച്ചു ഇപ്പോൾ കേരളത്തിൽ എന്താണ് നടക്കുന്നത് സംബന്ധിച്ച്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവർക്കൊക്കെ തണലൊരുക്കുന്നുണ്ട്. അതായത് പെരുമ്പാവൂർ അനസിന്റെ വളർച്ച പരിശോധിച്ച് നോക്കിയാൽ പെരുമ്പാവൂർ അനസ് മാത്രമല്ല, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഗുണ്ടാ തലവന്മാർ, ഒരു കാലത്ത് കൊച്ചി അധോലോകം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കൊച്ചിയിലെ ഈ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം അവരെ വളർത്തിയത് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുമാണ്. CPM മാത്രമല്ല, CPM നമുക്കറിയാം അർജുൻ ആയങ്കെ പോലെ, അല്ലെങ്കിൽ കൊടി സുനി, കിർമാണി മനോജ് പാർട്ടി വളർത്തിയ CPM വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടാ സംഘങ്ങളായിരുന്നു. പിന്നീട് പാർട്ടിക്ക് തന്നെ തലവേദനയായി. ഇതോടൊപ്പം കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങളെ വളർത്തിയത്. പക്ഷേ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇവർ വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടാ സംഘങ്ങളെ, അല്ലെങ്കിൽ ഗുണ്ടാ നേതാക്കന്മാരെ, ഗുണ്ടകളെ പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്ക് TP ചന്ദ്രശേഖരന്റെ വധക്കേസ് എടുത്തു നോക്കിയാലും ആ കേസിലും അതൊരു ഈ പാർട്ടി വളർത്തിയ ഗുണ്ടകൾ തന്നെയായിരുന്നു അത് ആ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ പുറത്തു വന്നതാണ്, വാർത്തകൾ പുറത്തു വന്നതാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രമല്ല ഇതിൽ ഉത്തരവാദിത്തം. കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടുത്തെ ഗുണ്ടകളെ വളർത്തുന്നതിന് ഒത്താശ ചെയ്യുന്നുണ്ട്. അനസിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയല്ലേ ഇപ്പോഴത്തെ അന്വേഷണം നൽകുന്ന സൂചനകൾ ടോം? അതിനപ്പുറം എന്തെങ്കിലും അത്ഭുതം അനസിന്റെ കാര്യത്തിൽ സംഭവിക്കുമോ? അല്ലെങ്കിൽ എപ്പോഴേ കാര്യങ്ങൾ എത്തേണ്ടടുത്ത് എത്തേണ്ട സമയമായി? തീർച്ചയായും. കാരണം നമ്മൾ ഈ വാർത്ത വിട്ടപ്പോഴാണ്, ഈ വാർത്ത പെരുമ്പാവൂർ അനസ് നാട് വിട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടപ്പോഴാണ് പോലീസ് പോലും അറിഞ്ഞത് പെരുമ്പാവൂർ അനസ് നാട്ടിലില്ല എന്ന കാര്യം. മാത്രമല്ല, പെരുമ്പാവൂർ അനസ് അതിനുശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. കൊലപാതകമടക്കം നിരവധി കേസുകൾ പ്രതിയാണ്. പോലീസിന്റെ ഇന്റലിജൻസ് വീഴ്ചയല്ലേ? അത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, പോലീസിന്റെ ഇന്റലിജൻസ് വീഴ്ചയാണെന്ന്. അതുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, മറ്റ് പോലീസ് ഉന്നതരുമായിട്ട് നമ്മൾ സംസാരിച്ചു. പിന്നീട് അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ നമുക്ക് നേരെ ഭീഷണിയും ഉണ്ടായി. അതായത് ഇന്ന് പോലീസ് എന്തുകൊണ്ടാണ് ആലുവയിലെ റൂറൽ പോലീസ് അടക്കം ഒരു ചെറുവിരല് പോലും അനക്കാത്തതെന്ന് പരിശോധിച്ച് നോക്കിയാൽ പല പോലീസുകാർക്കും റിസ്ക് എടുക്കാൻ മടിയാണ്. അത് പോലീസിന്റെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ അനൂപ് പറയുന്ന പോലെ എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല, എന്നെ നിങ്ങളെല്ലാം കൂടി ഗുണ്ടയാക്കി, ഈ രീതിയിലുള്ള സംസാരം അനസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ അല്ലെ? ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അനസിന്റെ കൂട്ടാളികൾ തന്നെ, വലം കൈകൾ തന്നെ വിളിച്ചിത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അനസ് അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് എന്ന്. അത് തന്നെയാണ് മഞ്ജുഷ്. കാരണം ഇവർ കൊട്ടേഷൻ ഏറ്റെടുക്കും, ഇത് നടപ്പാക്കുന്നത് മറ്റാളുകൾ വഴിയായിരിക്കും. അതിന്റെ തന്നെ അത് ഒരു കാരണവശാലും ഇവരിലേക്ക് ആ തെളിവുകൾ എത്താൻ പോലും
പോലീസിന് ഇതിന്റെ തെളിവ് കണ്ടെത്താൻ പോലും കഴിയാറില്ല. പലപ്പോഴും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് കേരളത്തിന്റെ പുറത്ത് വെച്ചാണ്. അത് ഔറംഗസേബ് ഇക്കാര്യം വെളിപ്പെടുത്തിയതാണ്. കാരണം അനസിന് വേണ്ടി കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഔറംഗസേബ്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും കൊണ്ടുപോയാണ് പല കൊലപാതകവും നടപ്പാക്കുന്നത്, പലരുടെയും കയ്യും കാലും തല്ലിയൊടിക്കുന്നത്. കാരണം ഈ കാപ്പയുടെ പരിധിയിൽ വരില്ല. കാപ്പ 2007 ഈ കാപ്പ നടപ്പാക്കിയപ്പോൾ അതിന് ചില പഴുതുകളുണ്ട്. കാരണം ഒരു ജില്ലയിലെ ക്രിമിനൽ കേസിൽ പെട്ടാൽ മാത്രമേ, അത് 3 ക്രിമിനൽ കേസിൽ പെടുക, അതല്ലെങ്കിൽ 2 കേസുകളിൽ വിചാരണ നേരിടുക, അത്തരം ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസിൽ പെട്ടാൽ മാത്രമേ കാപ്പ ചുമത്തുകയുള്ളൂ. കേരളത്തിന് പുറത്ത് അതല്ലെങ്കിൽ അവരുടേതല്ലാത്ത മറ്റു ജില്ലയിൽ പോയി ഈ കുറ്റകൃത്യം നടപ്പാക്കിയാൽ, കൊട്ടേഷൻ നടപ്പാക്കിയാൽ അവർക്കെതിരെ കാപ്പ വരില്ല. കാപ്പയുടെ പഴുത് അത് തന്നെയാണ്. ഇതുകൊണ്ട് എന്ത് രീതിയിലുള്ള ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഈ കാപ്പ കൊണ്ട് മാത്രം കഴിയുമോ? ശക്തമായിട്ടുള്ള നടപടി വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഞാൻ ഒരു 14 വർഷത്തോളമായി ഈ ക്രൈം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് വിവിധ മാധ്യമങ്ങളിലായിട്ട്. ഈ ഒരു മുൻപൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് മോഷണ കേസുകൾ അല്ലെങ്കിൽ ലഹരി കേസുകൾ, ചില വീടുകളിൽ അല്ലെങ്കിൽ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട കൊലപാതകം മാത്രമായിരുന്നു. ഇന്ന് ഏത് ദിവസവും ഈ 2024 ഇപ്പോൾ 5ാം മാസമാകുന്നു, 4.5 മാസത്തിനിടെ 142 കൊലപാതക കേസാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിൽ പലതും പരിശോധിച്ച് നോക്കിയാൽ ലഹരി ഇടപാടുകൾ വളരെ വ്യക്തമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുണ്ടാ കുടിപ്പക. ഈ അടുത്തിടെ ഒരു മാസം മുൻപ് നെടുമ്പാശ്ശേരിയിലെ ഒരു ഗുണ്ടാ നേതാവ് വിനു വിക്രമനെ കൊലപ്പെടുത്തിയത് ഗുണ്ടാ കുടിപ്പകയെ തുടർന്നാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കരമനയിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള കൊലപാതകം കണ്ടതാണ്. ഇതിന് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയും, ഈ അനൂപിനെ പോലെയുള്ള ഈ ഗുണ്ടകൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അതല്ലെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം വീണ്ടും അവർ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അനൂപ് അല്ലെങ്കിൽ ഇതിലൊരു തെറ്റാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതില് എത്ര പേർക്ക് ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ കഴിയും? അനൂപ് തെറ്റാണെന്ന് ചിന്തിക്കുന്നില്ല. അനൂപിന് അങ്ങനെയുള്ള റിഗ്രറ്റ് ഒന്നും അനൂപ് ഇവിടെ പറയുന്നില്ല. അനൂപ് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാവരും കൂടെ ഗുണ്ടയാക്കുന്നു എന്ന് പറയുകയാണ്. ഈ ജാമ്യ വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അനൂപ്, ഇതൊക്കെ അനൂപ് പാലിക്കുന്നുണ്ടോ? അതൊക്കെ പോലീസ് നോക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറ്റുകയില്ലായിരുന്നുവല്ലോ. അങ്ങനെ പറ്റില്ല. ജിൻഡോ ടോം പറഞ്ഞ കാര്യം, ഇത് എല്ലാ പാർട്ടികൾക്കും ഇത് ബാധകമാണ്. ഇന്ന് സതീശൻ പറയുന്നത് CPM-നാണ് ഈ രക്ഷാകർതൃത്വം ഏറ്റെടുക്കേണ്ടവർ എന്നുള്ളതാണ്, അവരാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്നാണ്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. എല്ലാ പാർട്ടികൾക്കും അവരുടേതായ സെറ്റപ്പുകൾ ഉണ്ട്. മഞ്ജുഷേ, ഇതിൽ പോലീസിൻ്റെ വീഴ്ച എന്നുള്ളത് വലിയ പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതിൽ ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് നടപടി സ്വീകരിക്കേണ്ടത് പോലീസ് സംവിധാനം തന്നെയല്ലേ. ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും ഉണ്ടെന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഏത് പാർട്ടിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് വിരോധമുള്ള ആളുകളാണല്ലോ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. പരമാവധി ഏതൊക്കെ രീതിയിൽ കള്ളക്കേസ് എടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന നേതാവ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിരിക്കുമ്പോൾ എല്ലാ പാർട്ടികളെന്നും പറഞ്ഞ് നമ്മൾ ജനറലൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ബോംബുണ്ടാക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ അവരുടെ ഇടവേളകളിൽ അവരും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാണ്. ഇവിടെ അനൂപ് നേരത്തെ പറഞ്ഞ ഒരു നിരീക്ഷണം അതെനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവരുടെ അടുത്താണ് തർക്ക പരിഹാരത്തിന് നാട്ടുകാരും പരാതിക്കാരും വരുന്നതെന്ന്. അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പോലീസ് പരാജയപ്പെടുന്നത് കൊണ്ടല്ലേ, ഇവിടുത്തെ നിയമ സംവിധാനം പരാജയപ്പെടുന്നതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഗുണ്ടാ നേതാക്കന്മാരുടെ അടുത്ത് തർക്ക പരിഹാരത്തിന് വേണ്ടി വരുന്നത്? ടോമോ ഇവിടെ സൂചിപ്പിച്ചു അതിനെക്കുറിച്ച്. ഇവിടെ കേരളത്തിലെ പോലീസിൻ്റെ പണി എന്താ? മാങ്ങ മോഷ്ടിക്കുക, മാല മോഷ്ടിക്കുക, ആ സമയത്ത് പെൺകുട്ടികളെ തുണി നോക്കി കാണിക്കുക, അല്ലെങ്കിൽ കൊട്ടേഷൻ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പാക്കുക, ലഹരിക്കടത്ത് നടത്തുക. കേരളത്തിൽ നിരന്തരം പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം മുമ്പ് എങ്ങാനും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ആളുകൾക്ക് പോലീസിനോടൊരു ബഹുമാനവും പോലീസിനോട് ഒരു ഭയമൊക്കെ ഉണ്ടാകണ്ടേ? നമ്മളെല്ലാം ഒരു ആവശ്യം വരുമ്പോൾ ആദ്യം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സേന പോലീസാണ്, അല്ലാതെ CRPF-നെയോ അല്ലെങ്കിൽ പട്ടാളത്തേക്ക് വിളിക്കാൻ പറ്റുമോ? നമ്മുടെ അടിയന്തര സംരക്ഷണത്തിന് ഓടിയെത്തേണ്ട പോലീസിന് പണി മാങ്ങാമോഷണമോ മാലമോഷണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരിക്കടത്തും പരിപാടികളൊക്കെയാണ്. അതേ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുപോലുള്ള ഗുണ്ടകൾക്ക് നല്ല രീതിയിൽ പെരുമാറുന്നത്. പക്ഷേ പരാതിക്കാരായിട്ട് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളുകളോട് അതേ മര്യാദയോടെ പെരുമാറുന്നതായിട്ട് കാര്യമായിട്ട് നമുക്ക് അനുഭവങ്ങളൊന്നുമില്ല. ഏറ്റവും അവസാനമാണ് പന്തീരങ്കാവിൽ ഗാർഹിക പീഡനത്തിനെതിരെ പരാതി കൊടുക്കാൻ പോയ പറവൂർ സ്വദേശിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആക്ഷേപിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ അത് മോശമായി പോയി എന്ന് പറയുകയും പിന്നീട് ഇപ്പോൾ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. പോലീസിന്റെ മനസ്സിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്ര സർക്കുലർ കിട്ടിയാലും
അവരുടെ വ്യവസ്ഥാപിതമായ രീതിയിൽ നിന്ന് അവർ മാറുന്നില്ല. ഇത് ജനവിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ്. ജനമൈത്രി പോലീസ് അല്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ അനൂപും കൂട്ടരും നടത്തിയ ഈ പാർട്ടി ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ മദ്യം ഉപയോഗിച്ചോ ഇല്ലയോ അത് പോലീസ് നോക്കട്ടെ. പക്ഷെ ഇതിൽ ഇങ്ങനെ ഈ ജാമ്യത്തിൽ കിടക്കുന്നവരാണ്, ജാമ്യത്തിൽ പുറത്തിറങ്ങിയവരാണ് ഇവരിൽ പല ആളുകളും. ഇതൊക്കെ പോലീസിന് അറിയാവുന്നതാണ്. അപ്പോൾ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം അതിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതൊന്നും നോക്കാതെ അവിടെ വന്ന് ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഇത്രയും പേർ അവിടെ അർമാദിച്ചോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതാണോ പോലീസിന് വേണ്ടതെന്ന ചോദ്യം ഉയരുമല്ലോ. സുഭാഷ് ബാബു, അത് പോലീസ് നോക്കേണ്ടതല്ലായിരുന്നോ? അതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആ വീഴ്ച ആര് തിരുത്തും? തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാമൂഹ്യദ്രോഹികളായിട്ടുള്ള ആളുകളെ നമ്മൾ പോലീസ് നിയമപ്രകാരം വളരെ റൗഡികളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. റൗഡി എന്നാണ് പറയുന്നത്, അല്ലാണ്ട് നമ്മളിവിടെ ഇപ്പം ഗുണ്ടകളെന്നോ മറ്റൊന്നുള്ള ഗുണ്ട എന്ന് പറയുന്നത് നമ്മൾ കാപ്പ വന്നതിന് ശേഷമാണ് അങ്ങനെ പറയാൻ തുടങ്ങിയിരുന്നത്. പക്ഷേ മറ്റേതിൽ നമ്മുടെ പ്രാഥമികമായ പോലീസ് നിയമത്തിലൊക്കെ ഇപ്പോഴും പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ റൗഡികളായിട്ടാണ്. റൗഡികളായിട്ട് ഇങ്ങനെയുള്ള കേസുകളിൽ അത് സ്ഥിരമായിട്ട് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ആളുകളുടെ സമാധാന ജീവിതത്തിൽ തടസ്സം വരുന്ന ഭീഷണിയായിട്ട് നിൽക്കുന്ന വ്യക്തികളെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അതേമാതിരി തന്നെ ഗുണ്ട ആക്ട് പ്രകാരം കാപ്പം പ്രകാരം ഗുണ്ട ആക്ട് പ്രകാരവും നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഈ വ്യക്തികളെ ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ വെക്കുകയല്ല, ഈ വ്യക്തികളുടെ ഓരോ പ്രവൃത്തിയും പോലീസ് പിന്തുടരുകയും ഇവരെ സംബന്ധിച്ചുള്ള ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നിരന്തരമായിട്ട് വീക്ഷിക്കുകയും ആ വീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഭാഗത്ത് ഏതെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യം വരികയാണെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്യേണ്ടതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള ക്രമസമാധാന പരിപാലനം എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഓപ്പറേഷൻ ആകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി അവിടെ വെച്ചാൽ പോരാ. പക്ഷേ ഇതിൽ ഓപ്പറേഷൻ അവരെന്താണ് അവിടെ അവരുടെ കർമ്മം എന്താണെന്നുള്ളത് ആ കർമ്മ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഇതേമാതിരി അല്ലെങ്കിൽ കടലാസ പദ്ധതികൾ മാത്രം പോരാ, കർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യിക്കുക. അത് ചെയ്തില്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരാണ് ശരിക്കത് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ലെവലിൽ, അതുകൊണ്ട് DYSPയും ജില്ലാ പോലീസ് മേധാവി അതിൻ്റെ മേളിൽ ഉദ്യോഗസ്ഥന്മാർ നിർബന്ധമായിട്ട് ഇത് നല്ല രീതിയിൽ നടത്തണമെന്നുള്ള രീതിയിൽ അവരുടെ പിന്തുടർന്ന് പോലീസുകാരെ നിരന്തരമായിട്ട് ഇതിനെ ഉത്ബോധിപ്പിക്കുകയും അതേമാതിരി ചെയ്തില്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അലംഭാവം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴെങ്കിലും ഭാവന സംക്രാന്തിക്ക് നടപടിയെടുക്കുകയല്ല, സ്ഥിര സ്വഭാവത്തോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ പിന്തുടർന്ന് അവരുടെ പേര് നടപടിയെടുത്ത് സൽസ്വഭാവം ഉറപ്പുവരുത്തുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ, അതിവിടെ ഇല്ല. അതിൻ്റെ അഭാവം കൊണ്ടാണ് ഇതേമാതിരി റൗഡിസം വളരുന്നത്. അവരെ സഹായിക്കാനും അതേ സംരക്ഷിക്കാനും ആളുകളുണ്ട്. പോലീസിലെ ഒരു വിഭാഗം തന്നെ അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു അധസ്ഥിത ബോധം അല്ലെങ്കിൽ ഒരു അരക്ഷിത ബോധം ജനങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പോലീസിൻ്റെ എതിരുണ്ടാകുന്ന ക്രമസമാധാനയുടെ ആണിക്കല്ല് ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശരി, അനൂപ്, ഇപ്പോൾ ഈ 2 കേസുകളിൽ ജാമ്യത്തിലാണല്ലോ അനൂപ്. അതിൽ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അത് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസ് നോക്കാറുണ്ടോ? അനൂപിനോടാണ്. പോലീസ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോണത്. നമ്മളിപ്പോൾ എങ്ങനെയാ മുന്നോട്ട് പോണത്? അതെ, ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. പോലീസ് കറക്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പം എന്തിനാണ് ജോലിക്ക് പോകണം, എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ഇനി വേറെ ഗുണ്ടായുസത്തിന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ പിള്ളേർ കൂട്ടമായി നടക്കുന്നുണ്ടോ, ഇതൊക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ പരിപാടി കഴിഞ്ഞ പിന്നെ ഞാൻ ഒരാളായിട്ട് കൂട്ടുകൂടെ അല്ലെങ്കിൽ കമ്പനി കൂടെ ഒരു പരിപാടിക്ക് പോകാറില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവാണ്. പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി. ഇതേമാതിരിയാണ് എല്ലാ ഗുണ്ടകളും വീട്ടിലും അവരെ എല്ലാ മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അവരതിൻ്റെ മുന്നോട്ട് എന്തെങ്കിലും പോകണം. എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറഞ്ഞ പോലീസിന് മാത്രം കുറ്റം പറയണല്ലോ. പോലീസിന് മാത്രം ഈ CIനെ SIനെ മാത്രം കുറ്റം പറഞ്ഞാൽ എന്താ കാര്യം? ഇപ്പോൾ ഇവിടെ വന്നിക്കുന്ന CI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന CI ആണ്. ഇത് ഇനി വേറെ വരുന്ന CI ആരായിരിക്കും? അപ്പോഴും നിങ്ങൾ ഈ പോലീസിന് മാത്രം പറഞ്ഞിട്ട് വരെ കാര്യമുണ്ടോ? അല്ല, അതെന്താണ് പോലീസിനെ പോലീസ് നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? എന്താ ചെയ്യാ? പോലീസ് ഒരാളും സഹായിക്കില്ല. ഒരു ഗുണ്ടകളെയും പോലീസ് സഹായിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും വലിയ മുകളിലിരിക്കുന്ന പാർട്ടിക്കാരും വലിയ വലിയ നേതാക്കന്മാരും അതേമാതിരി മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ പത്രക്കാരും കൂടിയാണ്. നിങ്ങൾക്ക് ഈ പോലീസായിട്ട് ബന്ധമില്ലേ? പത്രക്കാർക്ക്, ചാനലുകാർക്ക്
നിങ്ങൾ അത്രയും നിങ്ങൾ പക്ക പറയുന്നില്ല, നിങ്ങൾ അത്ര ന്യായമായ കാര്യങ്ങളാണ് നിങ്ങൾ അനു പറയുന്നത് ഏറ്റവും വലിയ തമാശയാണ്. പോലീസ് ഗുണ്ടകളുമായിട്ടല്ല, ഗുണ്ടകളെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വലിയ തമാശയാണ്. അതാരും വിശ്വസിക്കുന്ന കാര്യമല്ല. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടം പോലീസിന്റെ തണലിലാണോ? അതെ എന്ന് 91% പ്രേക്ഷകർ, അല്ലെന്ന് 7%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.